ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്നിപ്പോൾ റിച്ചുമോൻ്റെ ഒരു വീഡിയോസാണ് കേട്ടോ. ഇന്നത്തെ ലോങ് വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ റിച്ചുമോൻ എങ്ങനെയാണ് നടക്കണതെന്നൊക്കെയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ 2.5 മാസമായിട്ട് ഓന് ബെഡ് റെസ്റ്റിലായിരുന്നു. അപ്പോൾ കുറച്ചായിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ എനിക്ക് നടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓനെ എങ്ങനെ നടക്കണമെന്നും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ വീഡിയോ കണ്ട് നോക്കിയാലോ. അപ്പോൾ ഇതാണ് കേട്ടോ വാക്കർ. അപ്പോൾ ഓന് ഇതാക്കണത് ഇതിപ്പോൾ നമുക്ക് കനിവിൻ്റെ ഇതിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെയാണ് കേട്ടോ നടക്കൽ. അപ്പോൾ ഒന്നാമത് നമ്മളെ വീട്ടിൽ സ്ഥലമില്ലാത്തതുകൊണ്ടേ പിന്നെ ഈ എസ്റ്റേറ്റ് പാടിയിൽ നിൽക്കണവർക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും, അല്ലെങ്കിൽ കണ്ടിട്ടെങ്കിലും ചിലവർക്കൊക്കെ പരിചയം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഒന്നാമത് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് സ്ഥല സൗകര്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ മേശൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് പിന്നെ എനിക്ക് കിടക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാടാട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മേശ ഇങ്ങോട്ട് വലിച്ചിടല കേട്ടോ. അപ്പം ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചിടില്ല. അപ്പോൾ കുറച്ചൊരു സ്ഥലം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നടക്കാനും പറ്റും കേട്ടോ. അപ്പം ഇങ്ങനെ പിടിച്ചെങ്ങനെ നടക്കും കേട്ടോ. കാരണം ഇപ്പം 3 മാസമായിട്ടോ. ഇനിയിപ്പോൾ സ്കൂളിലൊന്നും പോകാൻ പറ്റുമോ എന്നാതൊന്നും ഒരു പിടുത്തമില്ല കേട്ടോ. കാലൊന്നും ഇപ്പോൾ ഒട്ടും റെഡിയായിട്ട് ഒന്നുമില്ല. പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ ക്ലിയർ ഉണ്ടോ എങ്ങനെയൊന്നും നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ടാക്കുക. അപ്പോൾ മോനെ അങ്ങനെ നടക്കേണ്ട. ബാക്കി 2 പേര് സ്കൂളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഒന്നാമത് നമുക്ക് ശരിക്കും ഒന്നും വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മളങ്ങനെയാണ് പോവും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ കാണിച്ച വീഡിയോസും കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലുണ്ട്. അപ്പോൾ അതൊക്കെ ഇടും ഞാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ടാക്കുക, കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. പിന്നെ നമ്മളിവിടെ ഇപ്പോൾ എസ്റ്റേറ്റിൻ്റെ പിന്നെ തോട്ടത്തിൽ അവിടെ മരം മുറിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒച്ചയും പിന്നെ അടുത്ത അയൽവാസികളോട് പാട്ടൊക്കെ എടുക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒച്ചപ്പാടും ബഹളമൊക്കെ നമ്മൾ ഈ ഒരു പിന്നെ വീഡിയോസിൽ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവുമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ മോൻ്റെ അങ്ങനെ നടക്കും. പിന്നെ ഇവർക്ക് കുറേ നേരം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവൻ്റെ ഈ കാലിൻ്റെ പിന്നെ പുറകിലായിട്ട് മടത്തിൻ്റെയൊക്കെ അവിടെ ഒരു റെഡ് കളറിൽ വന്നിട്ട് ഭയങ്കര വേദനയായിരിക്കട്ടെ. അപ്പോൾ ഡോക്ടർ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ അത് നമുക്ക് നടക്കണം, കാല് കുറേ റെസ്റ്റ് എടുത്തില്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നിട്ട് പറഞ്ഞത്. അപ്പോൾ പിന്നെ ആ ഒരു റെഡ് കളർ ഇങ്ങനെ വരുമ്പോൾ നമ്മളെന്താക്കും, പിന്നെ നമ്മൾ കുറച്ച് നടത്തൊക്കെ അങ്ങോട്ട് അവിടെ നിർത്തി വെക്കൂട്ടോ. കാരണം വേദന നല്ല വേദന ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഓന് പിന്നെ ചെറുതല്ല, പിന്നെ അവനക്ക് പറ്റണമില്ല കേട്ടോ. പിന്നെ കുറേ നടക്കാതെ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊരു സൂക്കേട് വന്നാലും പിന്നെ ഈ കാലിനും കയ്യിനും എവിടെയാണെങ്കിലും വേദന ഒരുപോലെ തന്നെയാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്നാലും കാലിനൊന്നും ഒരിക്കലും ഒരു ഇതും വരരുത് കേട്ടോ. കാരണം നമ്മളെ ഫുൾ ബോഡിയും നമുക്ക് വലിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാല് വേണം. അപ്പോൾ ഈ ഒരു കാലില്ലാഞ്ഞാൽ ഒന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ ആൾക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ വീഡിയോയിലൊക്കെ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലും കൂടി ഒന്നും കൂടി പറയാം കേട്ടോ. ആൾ വെക്കേഷൻ്റെ സമയത്ത് പിന്നെ മരത്തുമ്മ കയറിയതാണ് മാങ്ങ അരിക്കാൻ കേട്ടോ. കളിക്കാൻ പോയതാണ്, അവിടുന്ന് മാങ്ങ അരിക്കാൻ കയറിയിട്ട് അയിമന്ന് വീണതാണ് കേട്ടോ. നല്ല ഹൈറ്റിലൊരു മരമായിരുന്നു. അപ്പോൾ അതാണ് താഴോട്ട് വീണപ്പോൾ പിന്നെ ഊരൊക്കെ കുറച്ച് പിന്നെ ഇതുണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നു. അതിപ്പോൾ കുറേ അങ്ങനെ മാറിട്ടോ. പക്ഷേ കാലിൻ്റെതാണ് ഇപ്പോൾ മാറാൻ കുറച്ച് പണി. കാലിൻ്റെ എല്ല് പൊട്ടി കമ്പിയിട്ട് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ഇപ്പോൾ കമ്പിയൊക്കെ എടുത്തു. ഇപ്പോൾ ആൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ ആ ഒരു 3 മാസമായി. അപ്പോൾ 2 മാസമായില്ല ഇപ്പോൾ സ്കൂൾ തുറന്നിട്ട്. ഇപ്പോൾ ആ ഒരു മാസത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പോണത്. ഇനിയിപ്പോൾ അടുത്തതിൽ ഇൻഷാ അല്ലാ 10ാം ക്ലാസ്സൊക്കെ പോകേണ്ട ആളാണ്. അപ്പോൾ ഈ കൊല്ലം തന്നെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല, എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ ടീച്ചർ അവരൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞു പിന്നെ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ മോൻ്റെത് എന്തായാലും നല്ലോണം മാറട്ടെ എന്നിട്ട് അങ്ങനെ ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തേക്കണ്. അപ്പോൾ അവർ പിന്നെ അവർക്ക് നോക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ സ്കൂളിലൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഇപ്പോൾ ഇങ്ങനെയൊക്കത്തെ ഒരു വീഡിയോ തന്നെ ഉള്ളൂ. കമ്പിയൊക്കെ എടുത്തുക്കണേ, കമ്പി എടുത്തിൻ്റെ അവിടെ നിൽക്കണേ നല്ല ഒരു മുറിവുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ വരുന്നുള്ളൂ. ചേച്ചി എങ്ങനെയുണ്ട് നടന്നിട്ട്? ഭയങ്കര വേദന, വയ്യ, കുറച്ചിരിക്കട്ടെ, വയ്യ. കാലം എങ്ങനെയുണ്ട്? ഭയങ്കര വേദന ഉണ്ട് ഇവിടെ. ഇതാണ് കമ്പിട്ടത്. ഈ സൈഡും ഉണ്ട്, ഈ സൈഡല്ല ആ സൈഡാട്ടോ പൊട്ടിയിരിക്കണത്.
ഇതാ മടുമ്പ് ഇങ്ങനെ നിൽക്കണുണ്ടോ, ഇവിടെയാണ് ഇവിടെ ഒരു കമ്പി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ റെഡ് കളറിൽ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ ഈ ഒരു ചെരുപ്പ് മാറ്റമാണ്. അപ്പോൾ ഇതിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അത് അവിടെയാണ് വരിക. ഇവിടെ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. പിന്നെ കാല് തന്നെ ഉണ്ട് നല്ല റെഡ് കളറിൽ. പക്ഷെ ഇതിൽ അങ്ങനെ റെഡ് എത്ര കാണുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല റെഡ് ഉണ്ട് ഇവിടെ. ഇതിലാണ് കാണുന്നത്, പക്ഷെ ഇതിലങ്ങനെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെയാണ് വരിക. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നടത്തം നമുക്കിപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ പൊട്ടിയതുണ്ടോ, ബിരിയാണി നിൽക്കണത് തന്നെ ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും എന്തായാലും ഇൻഷാ അല്ലാഹ് മോനക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അധികം വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും പിന്നെ റിച്ചുവിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ അവൻ്റെ പെട്ടെന്ന് സുഖമായിട്ട് സ്കൂളിലേക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മദ്രസും ഇല്ല, സ്കൂളും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇത്രയുള്ള നമ്മളെ കുഞ്ഞു വീഡിയോസ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മളൊന്നും ഇപ്പോൾ ആർക്കും അങ്ങനെ അറിയില്ലായിരിക്കും. കാരണം ഞാനങ്ങനെ ഇങ്ങനെയൊന്നും വീഡിയോ ചെയ്യലില്ല. ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തതൊക്കെ എടുക്കും, വോയിസ് ഓവർ കൊടുക്കും. പിന്നെ ആരും അങ്ങനെ അധികം കാണാനൊന്നും നമ്മളത് ഉണ്ടാവലില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ആർക്കും അങ്ങനെ അറിയലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഏതായാലും പറഞ്ഞ് വെറുപ്പിക്കണില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.